Hi guys! ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇന്നൊരു കിഡിലനായിട്ടുള്ളൊരു ഉലുവയുടെ ക്രീമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എന്നും നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഉലുവയെ പറ്റിയിട്ട് ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം ഉലുവ എത്രത്തോളം നമ്മുടെ സ്കിന്നിൽ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ് തരുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉലുവ വെച്ചിട്ടുള്ളൊരു നൈറ്റ് ക്രീമാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഉലുവ മാത്രമല്ല, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വഴിയെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഗ്രീൻ ടീയുടെ ലീഫാണ്. ഈ ഒരു ഗ്രീൻ ടീയുടെ ലീഫിനകത്ത് കഫീൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോഫി പൗഡറിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അതേ സെയിം കഫീന് ഈ ഒരു നമ്മുടെ ഗ്രീൻ ടീയുടെ അതിനകത്തും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനായിട്ടും അതുപോലെ തന്നെ കണ്ണിനടി ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങളെല്ലാം, പഫിനെസ്, അതുപോലെ ഡാർക്ക് സർക്കിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടും നമ്മുടെ ഒരു ഗ്രീൻ ടീ ബെസ്റ്റാണ് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിൽ കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനൊന്നുമില്ല, പൊളിക്കും. അത്രയും സൂപ്പറായിട്ടുള്ള കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു ഉലുവയും ഗ്രീൻ ടീയുടെ ലീഫും കേട്ടോ. അപ്പോൾ ഇത് രണ്ടിൻ്റെ അളവ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പിടി മുറുക്കി പിടിച്ച ഒരു പിടി ഉലുവയാണ് നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗ്രീൻ ടീയുടെ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കപ്പ് വെള്ളം കേട്ടോ, ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് തിളപ്പിച്ച് കൊണ്ടുവരാനായിട്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് നമ്മൾ 1/4 ഗ്ലാസ്സിന് താഴെ ആക്കിയിട്ട് നല്ല രീതിയിൽ വറ്റിച്ച് കൊണ്ടുവരാം. അതും ഏറ്റവും ലോ ഫ്ലെയിമിൽ, ആരും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടല്ലോ, നമുക്ക് ആ ഒരു വറ്റിച്ചിട്ട് ഈ കാണുന്ന രീതിക്കുള്ള എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റിച്ച് കൊണ്ടുവരാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണൊക്കെ എടുക്കുന്ന രീതിക്ക് നമുക്ക് വറ്റിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് കുറച്ച് ടോണറായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ടും മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ്സിനകത്തേക്ക് നമ്മളിതങ്ങ് ഒഴിച്ച് നമുക്കിതാ ഇത്രത്തോളം നമുക്ക് ഈ ഒരു ഗ്രീൻ ടീയുടെയും അതുപോലെ തന്നെ ഉലുവയുടെയും എക്സ്ട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉപയോഗിച്ചിട്ട് ക്രീം എങ്ങനെ മേക്ക് ചെയ്തെടുത്തതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനു ഓർഗാനിയുടെ ആവാരംപൂട ജെല്ലാണ് ചേർക്കുന്നത്. നമ്മുടെ ആവാരംപൂട ജെല്ലിൻ്റെ കളറും അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന എക്സ്ട്രാക്റ്റിൻ്റെ കളറും ഏകദേശം സെയിം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആവാരംപൂ ജെല്ലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ക്രീം പരിപാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ ഗ്ലിസറിൻ വേണം ആഡ് ചെയ്യാനായിട്ട്. അത് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ അങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് യോജിച്ചിട്ടുള്ള ഓയിൽ കേട്ടോ. അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ സ്കിന്നിലെ മുഖക്കൊരു വരില്ല എന്ന് ഉറപ്പുള്ള ഓയിലായിരിക്കണം എന്നുള്ള മാത്രം ഒരു കണ്ടീഷനുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ, കുഞ്ഞു സ്പൂൺ 1 ടീസ്പൂൺ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം നമ്മൾ ഈ ഒരു ആലോവേറ ജെല്ലും ഗ്ലിസറിനും അതുപോലെ തന്നെ ഓയിലും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു എക്സ്ട്രാക്റ്റ് ഇതിനകത്തേക്ക് അല്പാൽപ്പായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒന്നിച്ചങ്ങ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കണക്ക് അങ്ങ് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ആയിട്ട് അങ്ങ് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിലോ അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എത്ര ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതങ്ങ് ബോട്ടിലകത്തേക്ക് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിലൊരു 10 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. ഇനി ഈ ഒരു ക്രീം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുഖവും കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വരിക. പിന്നീട് വേണം ഈ ഒരു ക്രീം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്ത് നന്നായി ഡ്രൈ ആയതിനു ശേഷം പോയി കിടന്നുറങ്ങുക. അന്നേരം കഴുകരുത് കേട്ടോ. പിറ്റേന്ന് രാവിലെ വേണം ഇത് കഴുകാനായിട്ട്. ആ കഴുകുന്ന നേരം നല്ല സപ്പിളായിട്ടിരിക്കും. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ടിരിക്കും. മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് കിട്ടും. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൽ നാൾക്ക് നാൾ നിങ്ങളുടെ സ്കിൻ ടോൺ ഇങ്ങനെ ചേഞ്ചായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. മാക്സിമം നമുക്കൊരു 2-3 ഷെയ്ഡ്സ് കളർ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിക്ക് ഫേഡ് ഔട്ട് ആവും. നമുക്കിത് ഫീഡ്ബാക്ക് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ എൻ്റെ പഴയ ഉലുവയുടെ ആ ക്രീമിൻ്റെ വീഡിയോ താഴെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉലുവയുടെ ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് പാട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ കണ്ണിനടിയിൽ ഉണ്ടാകുന്ന പഫിനെസ്, ഡാർക്ക് സർക്കിൾ ഇതൊക്കെ കുറയ്ക്കാനായിട്ടും ഈ ഒരു ക്രീം നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അല്പം എടുത്തിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ ഇത് കഴുകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ ഒരു പഫിനെസ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഡാർക്ക് സർക്കിളും മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളെല്ലാം കുറച്ചുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആക്കി നല്ല ഷെയ്ഡിൽ ഒരു 2-3 ഷെയ്ഡ്സ് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് അറിയിക്കാൻ മറക്കരുതേ.